2014 മുതൽ ഇപ്പോൾ 2026-ലും ബി.ജെ.പി എങ്ങനെയാണ് കേന്ദ്രത്തിൽ ഭരണം നിലനിർത്തുന്നത്? ഇന്ത്യയിലെയും ഒരുപക്ഷെ ലോകത്തിലെയും തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ബി.ജെ.പി എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന് പിടികിട്ടിയിട്ടില്ല. അതായത് രാഷ്ട്രീയമായിട്ട് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് ശരിക്കും കൃത്യമായ പദ്ധതികളും ആസൂത്രണവും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടാണ് ബി.ജെ.പി ഇപ്പോഴും അധികാരം നിലനിർത്തുന്നത്. ഇന്നലെ ലോകസഭയിൽ ബി.ജെ.പി കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ട സമയത്ത് ജനാധിപത്യത്തിന്റെ വിജയമെന്നാണ് നമ്മുടെ ഏഷ്യാനെറ്റിലെ ഉണ്ണിസാർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ വിശേഷിപ്പിച്ചത്. ജനാധിപത്യത്തിന്റെ വിജയമായിട്ട് അവരതിനെ കാണുകയാണ്. പല പ്രതിപക്ഷ നേതാക്കളും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും ഒക്കെ ഇത് ജനാധിപത്യത്തിന്റെ വലിയ വിജയമായും പ്രതിപക്ഷത്തിന്റെ വിജയമായിട്ടുമാണ് കാണിക്കുന്നത്. ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്നുമാണ്. ജനാധിപത്യ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് വഴിയെ വരാം. അതിനു മുമ്പ് ഇത് ബി.ജെ.പിക്ക് തിരിച്ചടിയാണോ? എന്റെ പൊന്നെ, അല്ലെന്ന് മാത്രമല്ല, മോദി ലോകസഭയിലോട്ട് കൊണ്ടുവച്ചത് രണ്ടു വശത്തും ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. പ്രതിപക്ഷം അതിന്റെ ഏത് ഭാഗം എടുത്ത് കുത്തിയാലും മൂർച്ചയുണ്ട്, മുറിയും ചോര വരും. എന്ന് വെച്ചാൽ പ്രതിപക്ഷം ബില്ലിനെ അനുകൂലിച്ചാലും അവർക്ക് പണിയാണ്, എതിർത്താലും പണിയാണ്. അതിലോട്ട് നമുക്ക് വിശദമായിട്ട് വരാം. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ അനുകൂലിക്കുകയാണെന്ന് കരുതുക. അനുകൂലിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ബില്ല് പാസ്സാവും. 815 സീറ്റോളം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. സ്വാഭാവികമായിട്ട് അതിൽ 33% വനിതകളുമായിരിക്കും. ഈ ഡീലിമിറ്റേഷൻ നടപ്പിലാവുകയാണെങ്കിൽ പ്രതിപക്ഷം ഭയപ്പെടുന്നത് പല മണ്ഡലങ്ങളും വീണ്ടും അതിന്റെ അതിർത്തികൾ പുനർനിർണയിക്കുന്ന സമയത്ത് ബി.ജെ.പിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അത് പുനർനിർണയം നടത്തും എന്നുള്ള ഭയമാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്. കാരണം ഇവരിത് മുമ്പ് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. നേരത്തെയൊക്കെ ഡീലിമിറ്റേഷൻ നടന്ന ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളോ അല്ലെങ്കിൽ വാർഡുകളോ പ്രദേശങ്ങളോ ഒക്കെ ഒരു മണ്ഡലത്തിനകത്ത് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള രീതിയിലാണ് ഇവിടെ പലപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത്, മണ്ഡലങ്ങളെ പുനർനിർണയം നടത്തിയിട്ടുള്ളത്, കേരളത്തിൽ ഉൾപ്പെടെ. അപ്പൊ ബി.ജെ.പിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള മണ്ഡലങ്ങളെ അവര് അത്തരത്തിൽ ഇപ്പോൾ അടുത്ത് കിടക്കുന്ന പഞ്ചായത്തുകളെ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് ഇവിടെ അവർക്ക് സ്വാധീനമില്ലാത്തൊരു പഞ്ചായത്തിനെ അടുത്ത മണ്ഡലത്തിലോട്ടാക്കി ഇങ്ങനെയൊക്കെ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ പല മണ്ഡലങ്ങളുടെയും കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും വിജയ സാധ്യത കുറയുമെന്നും ബി.ജെ.പിയുടെ വിജയ സാധ്യത വർദ്ധിക്കുമെന്നും ഇനി അങ്ങോട്ട് ബി.ജെ.പി ചിലപ്പോൾ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുമൊക്കെയുള്ള ഭയമാണ് കോൺഗ്രസിനെയും പ്രതിപക്ഷ പാർട്ടികളെയും ഇത് എതിർക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഈ ഡീലിമിറ്റേഷനോടൊപ്പം തന്നെ വനിതാ സംവരണ ബില്ല് കൂടി ഇത്ര തിടുക്കത്തിൽ എന്തിനാണ് ബി.ജെ.പി കൊണ്ടുവന്നത്? അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന സെൻസസ് കഴിഞ്ഞിട്ട് ഇത് നടപ്പിലാക്കാം. ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമല്ല ബി.ജെ.പി കൊണ്ടുവന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ വിജയം എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന പ്രയോഗമാണ്. ജനാധിപത്യത്തിന്റെ പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുകയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടൊക്കെ എംപിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. അത് പരാജയപ്പെട്ടു എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ വിജയമാണോ പരാജയമാണോ എന്നത് ഒന്നുകൂടി ആലോചിക്കുക, മാധ്യമ പ്രവർത്തകരാണെങ്കിലും പ്രതിപക്ഷ നേതാക്കളാണെങ്കിലും. അപ്പൊ ഇവിടെ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം കൊണ്ടുവന്നിട്ട് ബി.ജെ.പി തോറ്റുപോയതല്ല, ഭരണഘടനയിൽ പറയുന്ന ഒരു കാര്യം കൊണ്ടുവരാൻ ശ്രമിച്ച് തോറ്റുപോയതാണ്, വനിതാ സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ വനിതാ സംവരണ ബില്ലിനോടൊപ്പം ബി.ജെ.പി ഇതുകൂടി കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് ഇതിനെ അനുകൂലിച്ച്, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയാണെങ്കിൽ മോദി പറയുന്നുണ്ട് അതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ എടുത്തോ, എനിക്കിത് നടപ്പിലായാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണ് പറയുന്നതെങ്കിലും യാഥാർത്ഥ്യം എന്താണ്? ബില്ല് പാസ്സായാൽ അതിന്റെ ക്രെഡിറ്റ് ബി.ജെ.പി സർക്കാരിന് തന്നെയാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്ന ഒരു കോൺഗ്രസ് ഗവൺമെന്റുകൾക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾക്കും ഇന്നേ വരെ നടപ്പിലാക്കാൻ കഴിയാത്തൊരു കാര്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ 2026 നടപ്പിലാവുകയാണെങ്കിൽ അത് ചരിത്രമാണ്. നരേന്ദ്രമോദിക്കല്ലാതെ അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അല്ലാതെ അതിന്റെ ക്രെഡിറ്റ് വേറെ ആർക്കും ധാർമ്മികമായി എടുക്കാൻ കഴിയില്ല. ഞങ്ങൾ കൂടെ വോട്ട് ചെയ്തിട്ടാണ് അത് പാസ്സായത് എന്ന് പറയാൻ എങ്ങനെയാണ് പറ്റുക? അത് കൊണ്ടുവന്നത് ബി.ജെ.പി ആണ്. ഈ രാജ്യത്തിന്റെ ഒരു ആവശ്യമായിരുന്നു, അത് നടപ്പിലാക്കി അവരെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു വിജയമായിട്ട് തന്നെയായിരിക്കും പ്രചരിക്കപ്പെടുക. ബംഗാളിലും തമിഴ്നാട്ടിലും അടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത് പാസ്സാവുകയാണെങ്കിൽ ബി.ജെ.പി ഉറപ്പായിട്ടും ഇത് അവരുടെ വലിയ വിജയമായിട്ട് രാജ്യമൊട്ടാകെ ഒരു പ്രചാരണത്തിന് തുടക്കമിടും. ഒരു തർക്കവുമില്ല, അതിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയില്ല. ഇനി കോൺഗ്രസ് ഇപ്പൊ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തു, കോൺഗ്രസും പ്രതിപക്ഷവും ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തു. അതുകൊണ്ട് ബി.ജെ.പിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇവിടെ പലരും ആഹ്ലാദിക്കുമ്പോൾ നിങ്ങൾ കാണാതെ പോകുന്നത് സത്യത്തിൽ അപ്പോഴും നഷ്ടം കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമാണ്. ഗാർഡിയൻ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ട് വനിതാ സംവരണ ബില്ലിനെ പ്രതിപക്ഷം എതിർത്തു, ബി.ജെ.പി ഗവൺമെന്റിന് അത് പാസ്സാക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. വനിതാ സംവരണ ബില്ലാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. പ്രതിപക്ഷം എതിർത്തത് ഡീലിമിറ്റേഷനെ മാത്രമല്ല, വനിതാ സംവരണ ബില്ലിനെ കൂടിയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ളത് എനിക്ക് തോന്നുന്നു വനിതകളാണ്.
ആ വനിതകളുടെ പാർലമെന്റിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് നാണിപ്പിക്കുന്ന തരം കുറവാണ്. നമുക്ക് 33% ഗ്യാരണ്ടീഡ് ആയിട്ട് വനിതാ സംവരണം കൊടുക്കേണ്ടത് നമ്മുടെ നാടിന് ഏറ്റവും അത്യാവശ്യമാണ്. നോക്കൂ, ഏതൊരു വികസിത രാഷ്ട്രവും എപ്പോഴാണ് വികസിതമായതെന്നറിയാമോ? സ്ത്രീകൾ സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങുകയും രാഷ്ട്രീയ രംഗത്തടക്കം സകല മേഖലകളിലേക്കും സ്ത്രീകൾ കടന്നു വരികയും ചെയ്തപ്പോഴാണ് ഏതൊരു രാഷ്ട്രവും പൂർണ്ണമായി വികസിതമായിട്ട് മാറിയിട്ടുള്ളത്. അമേരിക്കയുടെ കാര്യം തന്നെ എടുക്കാം. അമേരിക്കയിൽ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ എത്തുകയും അവർക്ക് പ്രാതിനിധ്യം എല്ലാ മേഖലയിലും കിട്ടുകയും അവർ സ്വയം പര്യാപ്തത നേടുകയും സ്വയം സമ്പാദിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് അമേരിക്ക ഒരു വികസിത രാഷ്ട്രമായി മാറിയത്. ജപ്പാനും അതേ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. സൗത്ത് കൊറിയ, എന്തിന് ചൈനയുടെ എക്സാമ്പിൾ എടുക്കൂ. ചൈനയിൽ ഏറ്റവും അധികം ഇന്ന് തൊഴിൽ ചെയ്യുന്ന വിഭാഗം സ്ത്രീകളായി മാറുകയാണ്. അപ്പൊ സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ ഒരു നാട്ടിൽ സ്വാഭാവിക വികസനം ഉണ്ടാവും. ഒരു കുടുംബത്തിൽ പുരുഷൻ മാത്രം ജോലിക്ക് പോകുന്ന സ്ഥാനത്ത് സ്ത്രീ കൂടി ജോലിക്ക് പോകുന്ന സമയത്ത് വരുമാനം വർദ്ധിക്കുകയും സ്വാഭാവികമായ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉയരുകയും ചെയ്യും. അങ്ങനെ സകല മേഖലകളിലും പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും എത്തുമ്പോൾ മാത്രമാണ് ഒരു രാജ്യത്ത് റിയൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഇടമാണ്. അത്തരം രാഷ്ട്രീയ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സ്ത്രീകൾക്ക് മിനിമം പ്രാതിനിധ്യം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായി സ്ത്രീകൾ സമൂഹത്തിൽ ഉയർന്നു വരാൻ തുടങ്ങും. അപ്പൊ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ടും സ്വാഭാവികമായി ഉണ്ടാവേണ്ട സ്ത്രീ മേഖലയിലുള്ള ഒരു പുരോഗതി ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതിന് ഇപ്പോൾ ഗവൺമെന്റ് 33% അല്ലെങ്കിൽ 40% കൊണ്ടുവന്നാലും കുഴപ്പമില്ല. സംവരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിയും. അതിലൂടെ സ്വാഭാവികമായിട്ട് എല്ലാ മേഖലകളിലേക്കും പതിയെ പതിയെ സ്ത്രീകൾക്ക് കൂടുതൽ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാനുള്ള ഒരു അവസരം കൂടി കൈവരും. ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രതിപക്ഷം ഇതിനെ എതിർത്തതിലൂടെ ആ അവസരം കൂടിയാണ് നിഷേധിക്കപ്പെട്ടത്. BJPക്ക് ഇരവാദം ഇറക്കാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം വേറെ ഉണ്ടോ? BJP പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു, പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. BJPയിലെ വനിതാ വിഭാഗം വലിയ പ്രതിഷേധം നടത്തുകയാണ്. ഈ ഒരു സംവരണ ബില്ലിനെ എതിർത്തത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ളവയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ബംഗാളിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാർ നിർണായകമായിട്ടുള്ള തമിഴ്നാട്, അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംവരണത്തെ എതിർത്തത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അത് മാത്രമല്ല, രാജ്യമൊട്ടാകെയുള്ള സ്ത്രീകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ BJPയുടെ അടിസ്ഥാനപരമായ വോട്ട് ഏതാണെന്ന് അറിയാമോ? പുരുഷന്മാരല്ല, മെജോറിറ്റിയും സ്ത്രീകളാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും ഈവൻ മുസ്ലിം സ്ത്രീകളിൽ പോലും വലിയൊരു വിഭാഗം BJPയെ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം BJP കൊണ്ടുവരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും വികസനം എന്ന രീതിയിലാണ് BJP ഇത് കൊണ്ടുവരുന്നത്. മുത്തലാഖ് നിരോധിച്ചതടക്കം BJP ഗവൺമെന്റ് നടപ്പിലാക്കിയ പല പരിഷ്കാരങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, വിശേഷിച്ച് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ പോലും BJPയോട് വലിയൊരു താല്പര്യം ഉണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ BJPയിലെ ഏറ്റവും വലിയ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു സംവരണം നടപ്പിലാക്കാനായിട്ട് വരുന്നത്. അവിടെ BJPയുടെ ആ ഒരു ശ്രമത്തെ എതിർക്കുന്നതിലൂടെ രാജ്യത്തെ സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള പാർലമെന്റിലേക്കുള്ള പ്രാതിനിധ്യം കൂടിയാണ്, ശരിക്കും പറഞ്ഞാൽ അതിനെ കൂടിയാണ് ഇവിടെ പ്രതിപക്ഷം എതിർത്തിരിക്കുന്നത്. അവരുടെ അവകാശത്തെ കൂടിയാണ് എതിർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്, ഇത് പരാജയപ്പെട്ടാലും വിജയിച്ചാലും നേട്ടം BJPക്കും, പരാജയപ്പെട്ടാലും വിജയിച്ചാലും നഷ്ടം പ്രതിപക്ഷത്തിനുമാണ് എന്ന്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഗ്രസിലുള്ള സ്ത്രീകളായിട്ടുള്ള വനിതകളായിട്ടുള്ള നേതാക്കൾ പോലും സത്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP ചിലപ്പോൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്താലേ. കാരണം നമുക്കറിയാമല്ലോ, കേരളത്തിൽ തന്നെ ഷമാ മുഹമ്മദ് എന്നൊക്കെ പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ്, കോൺഗ്രസിന്റെ ലീഡേഴ്സ് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്കൊന്നും ഒരു ചാൻസ് കിട്ടുന്നില്ല. അപ്പൊ ഒരു അവകാശം, ഒരു തവണയെങ്കിലും മത്സരിക്കാനും പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല എന്ന് അവർ തന്നെ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ പോലെ പല സ്ത്രീകളും പല പൊളിറ്റിക്കൽ പാർട്ടിയിലും അസംതൃപ്തരാണ്. അവരുടെയൊക്കെ പ്രതീക്ഷയാണ് BJP കൊണ്ടുവരുന്ന ഈ ഒരു സംവരണ ബിൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 543 നിന്ന് 815 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെയും എല്ലാ പാർട്ടികളിലുമുള്ള ചെറിയ നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം ഇന്ന് 543 MP-മാരുണ്ടെങ്കിലും ഈ പറയുന്ന പല പൊളിറ്റിക്കൽ പാർട്ടികളുടെ അവസ്ഥ എന്താണ്? ഒരു 10, 30, 50, 60 വർഷമായിട്ടൊക്കെ തന്നെ കുത്തകയായിട്ട് പല മണ്ഡലങ്ങളും കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന അമ്മാവന്മാര് ധാരാളമുണ്ട്. അതായത് 90-ാമത്തെ വയസ്സിലും മത്സരിക്കാൻ വെമ്പൽ കൊള്ളുന്ന നേതാക്കളുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ യുവാക്കൾക്ക് താരതമ്യേന അവസരം കിട്ടുന്നില്ല. അപ്പൊ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിലൂടെ യുവ നേതാക്കൾക്ക് കൂടുതൽ പൊളിറ്റിക്സിൽ ഈ പറഞ്ഞ MP-മാരും അല്ലെങ്കിൽ ഭാവിയിൽ MLA-മാരും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൂടി കിട്ടും. പലപ്പോഴും കടൽക്കിഴവന്മാര് കൊടുക്കാതെ വെച്ചിരിക്കുന്ന സീറ്റുകൾ ഒരിക്കലും കിട്ടൂല. മൂപ്പര് ചാവുന്നത് വരെ മൂപ്പരുടെ കയ്യിലിരിക്കും. ഇനി ചത്താലും കിട്ടൂല, കാരണം മോനോ കൊച്ചുമോനോ ഉള്ള സീറ്റാണത്.
അങ്ങനെ കുടുംബപരമായിട്ട് കൈപ്പിടിയിൽ വെച്ചിരിക്കുന്ന കുറെ സീറ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള പല നമ്മുടെ യുവാക്കളായിട്ടുള്ള നമ്മുടെ നേതാക്കൾക്കും മത്സരിക്കാനൊന്നും അവസരം കിട്ടാറില്ല. അപ്പൊ സീറ്റുകളുടെ വർധനവിലൂടെ അവർക്ക് കൂടിയാണ് വലിയൊരു ഓപ്പർച്യൂണിറ്റി കൈവരുന്നത്. അപ്പോ എല്ലാ പാർട്ടിയിലുമുള്ള യുവാക്കളും സ്ത്രീകളും ബി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ നീക്കത്തെ മനസ്സാലെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായി നോക്കിയാൽ, പ്രത്യേകിച്ച് ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായി നോക്കിയാൽ ഈ ബില്ല് പരാജയപ്പെട്ടത് ഒരുപക്ഷെ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ചടിയായിട്ട് പ്രതിപക്ഷത്തിന് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. ബി എന്ത് വില കൊടുത്തും ഇത് നടപ്പിലാക്കുകയും ചെയ്യും. അതിപ്പോ അടുത്ത വർഷമോ അടുത്ത തവണയോ എപ്പോൾ വേണമെങ്കിലും ബി ഇത് നടപ്പിലാക്കും. ഒരുപക്ഷെ ചെറിയ പാർട്ടികളെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് നടപ്പിലാക്കും. പക്ഷെ അങ്ങനെ ബി ഇത് നടപ്പിലാക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും കിട്ടുകയുമില്ല. എന്ന് മാത്രമല്ല, കാലാകാലങ്ങളിൽ വനിതാ സംവരണ ബില്ലിനെ എതിർത്ത് തോൽപ്പിച്ച പിന്തിരിപ്പൻ പൊളിറ്റിക്കൽ പാർട്ടികളാണ് എന്ന പേരിൽ ഇവരെ മുദ്ര കുത്താൻ ബി ഇതിലൂടെ കഴിയുകയും ചെയ്യും. ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ചാണക്യ തന്ത്രത്തിൽ ശരിക്കും പ്രതിപക്ഷം പോയി വീണു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.